രാജസ്ഥാനിലും ഹരിയാനയിലും തിരിച്ചടി ഭയന്ന ബി.ജെ.പി 11 സീറ്റുകളിൽ തോൽവിക്ക് സാധ്യതയുണ്ടെന്നാണ് ആഭ്യന്തര സർവേ റിപ്പോർട്ട്. 2019 തെരഞ്ഞെടുപ്പിൽ 2 സംസ്ഥാനങ്ങളിലെ മുഴുവൻ സീറ്റുകളും എൻ.ഡി.എ ആണ് നേടിയത്. സ്ഥാനാർത്ഥി നിർണയം പാളിയത് ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. രാജസ്ഥാനിൽ ഘടകകക്ഷി നേടിയ ഒരു സീറ്റടക്കം 25 സീറ്റുകളും ഹരിയാനയിലെ 10 സീറ്റുകളും ഇങ്ങനെ മുഴുവൻ സീറ്റുകളും തൂത്തുവാരിയായിരുന്നു 2019 ബി.ജെ.പിയുടെ വിജയം. എന്നാൽ ഇക്കുറി കാര്യങ്ങളത്ര എളുപ്പമല്ലെന്നാണ് ആഭ്യന്തര സർവേകൾ നൽകുന്ന സൂചന. ഹരിയാനയിൽ സിർസ, റോത്തക്, ഹിസാർ, കർണാൽ, സോനിപത്ത് ഇങ്ങനെ പകുതി സീറ്റുകളിലും പാർട്ടി തിരിച്ചടി ഭയക്കുന്നു. 1/3 വരുന്ന ജാട്ടുകളുടെ അസംതൃപ്തി, മുഖ്യമന്ത്രിയായി ഒ.ബി.സിക്കാരനെ നിയോഗിച്ചിട്ടും ലഭിക്കാത്ത ഒ.ബി.സി പിന്തുണ ഇതെല്ലാം പ്രതികൂല ഘടകമാണെന്ന് ആഭ്യന്തര സർവേ പറയുന്നു. കൂടാതെ കോൺഗ്രസ് വിട്ട് ബി.ജെ.പിയിൽ ചേർന്ന അശോക് തൻവർ, നവീൻ ജിൻഡാൽ എന്നിവരുടെ സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ച ഫലം ചെയ്യില്ലെന്നാണ് 2 ആഭ്യന്തര സർവേകളും ചൂണ്ടിക്കാട്ടുന്നത്. സിർസയിൽ അശോക് തൻവറിന്റെ പ്രചരണ വാഹനത്തിന് നേരെ വ്യാഴാഴ്ച പ്രതിഷേധമരങ്ങേറിയിരുന്നു. രാജസ്ഥാനിൽ ചുരു, ബാർമർ, ടോങ്ക്, ദൌസ, നഗൌർ, കരൌളി മണ്ഡലങ്ങളിലാണ് ബി.ജെ.പിക്ക് വിജയസാധ്യതയിൽ സംശയമുള്ളത്. ബാർമറിൽ രജപുത്തുകൾ സ്ഥാനാർത്ഥിക്കെതിരാണ്. ചുരുവിൽ ബി.ജെ.പി സിറ്റിംഗ് എംപിയാകട്ടെ ഇത്തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. സർവേയുടെ പശ്ചാത്തലത്തിൽ മോദിയുടെ ഗ്യാരണ്ടിയും ഡബിൾ എഞ്ചിൻ സർക്കാരും പ്രധാന പ്രചരണ മുദ്രാവാക്യമാക്കി പ്രാദേശിക വെല്ലുവിളികൾ മറികടക്കാനാണ് ബി.ജെ.പിയുടെ ശ്രമം. ഹരിയാനയിൽ വോട്ടെടുപ്പിന് ഇനിയും 1 മാസത്തിലേറെ സമയമുള്ളതിനാൽ പ്രതികൂല സാഹചര്യങ്ങൾ പരിഹരിക്കാൻ സമയമുണ്ടെന്നാണ് സംസ്ഥാന ബി.ജെ.പി നേതൃത്വത്തിന്റെ വിശദീകരണം. റിപ്പോർട്ടർ, ദില്ലി.